നമുക്കൊക്കെ അമ്മമാരുണ്ടല്ലോ, തനിക്കെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്ന് ആരോപിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുകയാണ് അഭിനയ കുലപതിയായ പി.കെ. ശ്രീമതി. ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രണ്ടു ദിവസമായി ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ എന്നോട് ഇത് ചോദിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ പ്രതികരിക്കാതിരുന്നതെന്നും, പക്ഷെ ആരും ചോദിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ആ നഗ്ന സത്യം പറഞ്ഞതെന്നുമാണ് പറയുന്നത്. ഏതോ ഒരു MLA-യുടെ ഭാര്യയായ ആരോ ഒരാൾ പെൻഷൻ വാങ്ങിയെന്ന് പറഞ്ഞ ആ ശ്രീമതി ഞാനല്ല എന്നാണ് ഇപ്പോഴത്തെ പി.കെ. ശ്രീമതിയുടെ വാദം. മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുകയാണ്. എന്താണ് ചെയ്യുക? മാത്രവുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് പി.കെ. ശശിയുമായി ബന്ധപ്പെട്ട പീഡന ആരോപണത്തില് ശശിയുടെ തീവ്രത എന്നൊരു വിഷയം, ആ വാക്കുപോലും ഞാൻ ഉച്ചരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പി.കെ. ശ്രീമതി പറയുന്നത്. എന്ന് തന്നെയാണെങ്കിലും ഇപ്പോൾ പി.കെ. ശ്രീമതിക്ക് ആ പഴയ വീഡിയോസ് ഒക്കെ കുത്തിപ്പൊക്കുന്ന കാര്യം അറിയത്തില്ല എന്ന് തോന്നുന്നു. പി.കെ. ശശിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ തീവ്രത എന്ന വാക്കാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത്. ആദ്യമായിട്ട് ഉച്ചരിച്ചത് പി.കെ. ശ്രീമതി തന്നെയാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാം കണ്ടതാണ്. ഇപ്പോഴും യൂട്യൂബിൽ അടക്കമുള്ള പല സൈറ്റിലും ആ ഒരു വീഡിയോ കിടന്ന് കളിക്കുന്നുമുണ്ട്, നമുക്ക് ഷെയർ ചെയ്ത ഓപ്ഷനിൽ കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഈ പി.കെ. ശ്രീമതി ആരെയാണ് ഈ പൊട്ടന്മാരാക്കാൻ നോക്കുന്നത്? ഇനി തന്നെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തി കഴിഞ്ഞാൽ ധനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. ജനം TV അതുപോലെ പ്രമുഖ യൂട്യൂബ് ചാനൽസ് എല്ലാം തന്നെ വളരെ മോശകരമായ രീതിയിലാണ് സംസാരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഞാനൊരു CPM നേതാവല്ലേ, അല്ലെങ്കിൽ സ്ത്രീയല്ലേ, നിങ്ങൾക്കൊക്കെ അമ്മയും പെങ്ങളുമാരില്ലേ എന്ന രീതിയിലാണ് ശ്രീമതി പൊട്ടിത്തെറിച്ചും, അതേപോലെ തന്നെ നമ്മുടെ അന്യൻ സിനിമയിലൊക്കെ പറഞ്ഞ പൊട്ടിത്തെറിച്ചും ഒരേ സൈഡിൽ വളരെ കരഞ്ഞും, എന്താ പറയാ, ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയെ ഞാൻ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല, ഒരു സ്ത്രീകളെ ഞാൻ അങ്ങനെ തഴഞ്ഞിട്ടില്ല, തള്ളി പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ അപമാനിക്കുന്നില്ല എന്നൊക്കെയാണ് പി.കെ. ശ്രീമതിയുടെ പുതിയ ആരോപണം. ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഒരു അധ്യാപികയായിരുന്നു, എന്റെ കുടുംബം എല്ലാം, എന്റെ അച്ഛനും എന്റെ അമ്മയും എന്റെ ഭർത്താവും എല്ലാം അധ്യാപകർ തന്നെയായിരുന്നു. അങ്ങനെ ഒരു അധ്യാപകർ ആ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന എനിക്ക് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞ് അല്ലെങ്കിൽ കള്ള വ്യാജരേഖ ചമച്ച് മറ്റൊരാളുടെ ഭാര്യയാണെന്നുള്ള വ്യാജ ഐഡന്റിറ്റിയിൽ ജീവിക്കേണ്ട ആവശ്യവുമില്ല, അവരുടെ പെൻഷൻ പറ്റേണ്ട കാര്യം എനിക്കില്ല എന്നാണ് ഇപ്പോൾ പി.കെ. ശ്രീമതി വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് പി.കെ. ശ്രീമതി ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാകും, ഒരു ഹിന്ദു സമൂഹത്തെ തന്നെ അവഹേളിക്കുന്ന രീതിയിൽ ഒരു പ്രസംഗം പി.കെ. ശ്രീമതി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ശബരിമലയിലെ ആചാര ലംഘനം നടക്കുന്ന ആ സമയത്ത്, അതായത് ശബരിമലയിലെ സ്ത്രീകൾക്ക് യുവതി പ്രവേശനം നൽകാം എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് പി.കെ. ശ്രീമതി ഒരു പ്രസംഗം കാഴ്ചവെച്ചതായിരുന്നു. സ്ത്രീകളെല്ലാം, അതായത് അമ്പലത്തിൽ സ്ത്രീകളെല്ലാം ഈറനോടെ കുളിച്ചു വന്നിട്ടാണ് ഭഗവാനെ തൊഴുന്നേ എന്നൊരു പ്രസംഗം ശ്രീമതി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഹിന്ദു എന്നൊരു സമൂഹത്തെ അല്ല, നിങ്ങൾ സ്ത്രീകളെ തന്നെയാണ് നിങ്ങൾ അവഹേളിച്ചതും ആക്ഷേപിച്ചതും. നിങ്ങളൊരു സ്ത്രീയാണ് എന്നൊരു കാര്യം പോലും മറന്നിട്ടാണ് നിങ്ങൾ അങ്ങനെ ആക്ഷേപിച്ചത്. പിന്നെ പല മാനഭംഗ കേസുകളിൽ ഉൾപ്പെടെ നമുക്ക് പേരുകൾ എണ്ണി തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കുകയില്ല. അതുകൊണ്ട് മാത്രം ഇപ്പോൾ ആ പഴയ കേസുകളുടെ കാര്യങ്ങളൊന്നും ഇപ്പോൾ കുത്തിപ്പോക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ പി.കെ. ശ്രീമതി ആകെ മൊത്തത്തിൽ പെട്ടുകിടക്കുന്ന അവസ്ഥ തന്നെയാണ്. പഴയ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ പി.കെ. ശശിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ തീവ്രത എന്നൊരു വാക്ക് ട്രെൻഡിങ് ആയത് തന്നെ പി.കെ. ശ്രീമതിയുടെ ഒരൊറ്റ പ്രസംഗം കൊണ്ട് തന്നെയാണ്. എന്താണ് പറയാ, പി.കെ. ശശിയുടെ തീവ്രത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏത് നേതാവ് ഇപ്പൊ പീഡനക്കേസിൽ വന്നു കഴിഞ്ഞാൽ തീവ്രതയുണ്ടോ, തീവ്രത കുറഞ്ഞോ എന്നാണ് ചോദിക്കുക. അപ്പോൾ അത്രയും ട്രെൻഡിങ് ആയ ഒരു വേർഡ് കൊണ്ടുവന്നത് തന്നെ പി.കെ. ശ്രീമതിയാണ്. വർഷങ്ങൾ ഇപ്പുറം കഴിയുമ്പോൾ, അത് ശ്രീമതിയുടെ ഒക്കെ കാലഘട്ടം നോക്കുമ്പോൾ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇന്ന് അതൊന്നും കുത്തിപ്പൊക്കാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് വരുന്നേ. എന്ത് തന്നെയാണെങ്കിലും 24 മണിക്കൂർ പോലും പറഞ്ഞ വാക്കിന് വിലയില്ലാതെ മാറ്റിക്കളയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇപ്പോൾ CPM മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ അധപതിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ പി.കെ. ശ്രീമതി തുറന്നു പറച്ചില്. അഭിനയ കുലപതി ആയിട്ടുണ്ട്, ഇപ്പോൾ കുറച്ചൊക്കെ ട്രെൻഡ് മാറ്റി പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ പ്രസംഗിക്കുകയും ഇപ്പോൾ തനിക്ക് അതേ കർമ്മ ഹിറ്റ് ബാക്ക് തിരിച്ചു കിട്ടുമ്പോൾ കിടന്ന് കാരണമായിട്ട് ഒരു കാര്യമില്ല പി.കെ. ശ്രീമതി. എന്ത് തന്നെയാണെങ്കിലും പെൻഷൻ കാശ് തന്റെ ഭർത്താവിന്റെ പെൻഷനാണ് തനിക്ക് ലഭിക്കുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്നത്. താൻ അങ്ങനെ മറ്റൊരു രീതിയിൽ പെൻഷൻ കൈപ്പറ്റിയിട്ടില്ല, ഇല്ലെങ്കിൽ തെളിയിക്കട്ടെ. ജനം TV അതുപോലെ പല റിപ്പോർട്ടർ ചാനലോ അതുപോലെ യൂട്യൂബിലെ പല ചാനലുകളെല്ലാം തനിക്കെതിരെ വളരെ മോശമായ രീതിയിൽ തന്റെ ഫോട്ടോ സഹിതം വെച്ച് അപകീർത്തിപ്പെടുത്തുന്നുണ്ട്. അത് എനിക്ക് മാനക്കേടാണ്. എന്റെ 46 വർഷത്തെ എന്റെ അധ്യാപകന ജീവിതത്തിൽ തന്നെ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അടികളാണ്. എന്റെ പാർട്ടിയിൽ പോലും എനിക്ക് ഇത്രയും ഒരു അപമാനം നേരിടേണ്ടി വന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ പി.കെ. ശ്രീമതി മൊത്തം പെട്ടുകിടക്കുകയാണ്.
പെൻഷൻ കട്ടു എന്നുള്ള ഒരു കേസ് പോലും ഇപ്പൊ പി കെ ശ്രീമതിയിൽ ആരോപിതയായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഉൾപ്പെടെയുള്ള അതേപോലെ യൂട്യൂബേഴ്സും പല പ്രമുഖ ചാനലും മെയിൻ സ്ട്രീംസും എല്ലാം പി കെ ശ്രീമതിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഇതിനെ മാനനഷ്ട കേസ് കൊടുക്കുമെന്നാണ് പി കെ ശ്രീമതി പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും പി കെ ശ്രീമതിയുടെ കൈകളിൽ കറ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പി കെ ശ്രീമതി അത് തെളിയിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ.